إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين فما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه عليه وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാഗം പറയുന്നതായി കാണാൻ സാധിക്കും. ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയിലെ 83-84 വചനങ്ങളിൽ പറയുകയാണ്, വമാ അജലക അൻ ഖൗമിക യാ മൂസ, ഏ മൂസ, നിന്റെ സമൂഹത്തിനെ പിന്നിലാക്കിക്കൊണ്ട് നീ എന്തിനു വേണ്ടിയാണ് ധൃതിപ്പെട്ട് എന്നിലേക്ക് വന്നത്? ഈ സന്ദർഭം ശ്രദ്ധേയമാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പർവ്വതത്തിൽ വെച്ച്, തൂർ പർവ്വതത്തിൽ വെച്ച് തൗറാത്ത് നൽകുമെന്നുള്ള കൽപ്പന നൽകി. ഇതിനുവേണ്ടി അദ്ദേഹം മുന്നിലേക്ക് വരുന്ന സന്ദർഭം, അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ സമൂഹമുണ്ട്. അങ്ങനെ അദ്ദേഹം മുന്നിലേക്ക് വന്നു. അവരെക്കാൾ മുന്നിലാക്കിക്കൊണ്ട് ധൃതിപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്താൻ പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം എത്തി എന്നുള്ളതാണ്. ധൃതിപ്പെട്ടുകൊണ്ട് അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യമാണ്, എന്തിനാണ് മൂസ, എന്തുകൊണ്ടാണ് നീ ഇത്രയേറെ ധൃതിയിൽ വന്നത് എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഖാലഹും ഉലാഇ അലാ അസരി, എൻ്റെ ആളുകൾ എൻ്റെ പിന്നിലുണ്ട്, എന്നെ പിന്തുടരുന്നുണ്ട് അവർ. വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ, നിന്നിലേക്ക് റബ്ബേ ഞാൻ മുന്നിട്ട് വന്നത്, ധൃതി കാണിച്ചത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ശ്രദ്ധിക്കണം സഹോദരന്മാരെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബാദത്തുകളെ മുന്നേറിയത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആൽ ഇംറാനിൽ പറയുന്നതായി കാണാൻ സാധിക്കും, വസാരിഉ, നിങ്ങൾ മുന്നിടൂ, നിങ്ങൾ വേഗത്തിലാക്കൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നിടൂ, നിങ്ങൾ വേഗത്തിൽ വരൂ, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്കും, വജന്നത്തിൻ, നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിലേക്കും, മുഅ്മിനീങ്ങൾക്ക് തയ്യാറാക്കി വെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിടൂ. അർളുഹസ് സമാവാതു വൽ അർള്, അതിന്റെ വിശാലത ആകാശ ഭൂമിയോളം അതിലേറെ വിശാലമായിട്ടുള്ളതാണ്. ഉഇദ്ദത്തുൽ മുത്തഖീൻ, അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിടൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സഹോദരന്മാരെ, 5-6 ദിവസം കഴിഞ്ഞാൽ നമ്മളിലേക്ക് റമദാൻ വരികയാണ്, നമ്മുടെ അടുക്കലേക്ക് റമദാൻ വരികയാണ്. അതിന് തയ്യാറെടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം ചിന്തിച്ചു നോക്കുക. എന്താണ് നമ്മൾ തയ്യാറെടുത്തത്? റമദാന് വേണ്ടി എന്താണ് തയ്യാറെടുത്തിട്ടുള്ളത്? ഏതെല്ലാം ഭക്ഷണങ്ങളെ കഴിക്കണമെന്നാണോ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അതല്ല സഹോദരന്മാരെ, ഒരു ദിവസം ഇത്ര ഖുർആൻ പാരായണം ചെയ്യണം, ഞാൻ ഇത്ര ആളുകൾക്ക് ഭക്ഷണം നൽകും, ഞാൻ ഇത്ര രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്യും എന്നുള്ളതാണോ നമ്മൾ തയ്യാറായിട്ടുള്ളത്? അതാണ് ചിന്തിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബത്തും അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങളും എപ്രകാരമായിരുന്നു റമദാൻ മാസത്തെ മുന്നിട്ടിരുന്നത്. അവർ എങ്ങനെയായിരുന്നു റമദാൻ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്തിരുന്നത് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ സഹോദരന്മാരെ, എന്താണ് റമദാനിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്.
ഏത് ഇബാദത്ത് ചെയ്യണം? ചില ആളുകൾ റമദാനിൽ പ്രത്യേക ഹറാമുകളിൽ മുന്നിടും, നഊദു ബില്ലാഹ്. മറ്റു ചില ആളുകളാകട്ടെ ഹലാലുകളിൽ മുബാഹാത്ത്, ഭക്ഷണം കഴിക്കുക, കുടിക്കുക, ഉറക്കമൊഴിക്കുക, എന്നിട്ട് അതുപോലുള്ള വിഷയങ്ങളിൽ മുഴുകുന്നതായി കാണാൻ സാധിക്കും. പാടില്ല സഹോദരന്മാരെ, ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണത്. ചില ആളുകളാകട്ടെ, മറ്റു ചില ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ? വലിയ വ്യത്യാസമൊന്നുമില്ല. നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത സമയത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. മുമ്പുള്ള ഹറാമുകളിൽ മുന്നേറുന്നവർ നോമ്പിന്റെ സമയത്ത് തന്നെ. അങ്ങനെയുണ്ടോ? അങ്ങനെയായിരുന്നോ സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഔദാര്യമുള്ളവനായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഔദാര്യമുള്ളവനായിരുന്നു. അതായത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വിഷയത്തിൽ അങ്ങേറ്റം കൊടുക്കുന്നവരായിരുന്നു. അവിടുത്തെ പോലെ ഒരാളും തന്നെ ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ളത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയാണ്. എന്നിട്ട് പറയാണ്, വകാന അജ്വദു മാ യകൂനു ഫീ റമളാന ഹീന യൽഖാഹു ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്, ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരുന്നത്, ആളുകൾക്ക് നൽകിയിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന റമളാൻ മാസത്തിലായിരുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കൊടുത്തിരുന്നു, സ്വതക്ക ചെയ്തിരുന്നു. അതിന് പുറമെ റമളാൻ മാസത്തിൽ അങ്ങേയറ്റം നൽകിയിരുന്നു എന്നുള്ളത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുമ്പോൾ നൽകിയിരുന്നു എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എന്നിട്ട് പറയാണ്, വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന ഫയുദാരിസുൽ ഖുർആൻ. അങ്ങനെ എല്ലാ രാത്രിയിലും, റമളാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുമാറുണ്ടായിരുന്നു. എന്നിട്ട് ഖുർആൻ പരസ്പരം ഓതിക്കൊടുക്കുമാറുണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അതായത് മുറാജഅ നടത്തുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഈ ഒരു ഹദീസ് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വിശദമാകുന്നത്, മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് സഹോദരന്മാരെ, ഖുർആൻ നൽകേണ്ട പ്രാധാന്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നൽകിയ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സ്വഹാബത്തും സലഫു സ്വാലിഹീങ്ങളും റമളാൻ മാസത്തിൽ എങ്ങനെയായിരുന്നു ഖുർആൻ പാരായണം ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും റമളാൻ മാസത്തിലും അതല്ലാത്ത സമയത്തും ഒരു മുഅ്മിൻ ഖുർആൻ പാരായണം ചെയ്യണം. പക്ഷെ റമളാൻ മാസത്തിൽ അത് അധികരിപ്പിക്കണം എന്നുള്ളതാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ചില സലഫു സാലിഹീങ്ങൾ, സലഫുകൾ എന്ന പൂർവികർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറുന്നാസി ഖർനി, ഏറ്റവും ഉത്തമമായിട്ടുള്ള സമൂഹം എൻ്റെ തലമുറയാകുന്നു. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ഖൈറായിട്ടുള്ള ഉത്തമമായിട്ടുള്ള സമൂഹം എനിക്ക് ശേഷമുള്ള തലമുറയാകുന്നു, പിന്നീട് അതിന് ശേഷമുള്ള തലമുറയാകുന്നു. ഈ തലമുറയിൽപ്പെട്ട ഇവർ നമ്മുടെ പൂർവികന്മാർ എപ്രകാരമായിരുന്നു റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്തിനാണ് സഹോദരന്മാർ ഇതിവിടെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പല ആളുകളും 20-30 റമളാൻ ജീവിതത്തിൽ വന്നിട്ടും ഒരു പ്രാവശ്യം പോലും ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ഒരു പ്രാവശ്യം പോലും ഖുർആൻ മുഴുവൻ ഒറ്റ പ്രാവശ്യം പാരായണം ചെയ്യാത്തവർ, ഖത്തം തീർക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. സഹോദരന്മാരെ, സലഫു സാലിഹീങ്ങൾ ഇപ്രകാരമായിരുന്നു. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറയാൻ, കാന ബഅദു സലഫ് യഖ്തിമു ഫീ ഖിയാമി റമളാൻ ഫീ കുല്ലി 3 ലയാലിൻ. റമളാൻ മാസത്തിൽ ചില സലഫുകൾ, ചില സ്വഹാബാക്കൾ, ചില താബിഈങ്ങൾ അവർ എപ്രകാരമായിരുന്നു? അവർ 3 രാത്രി നമസ്കാരങ്ങളെ കൊണ്ട് ഒരു പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു എന്നുള്ളതാണ്. അതായത് 10 ജുസ് ഒരു രാത്രിയിൽ ഓതിയിരുന്നു എന്നുള്ളതാണ്. നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു 10 പേജ് ഒരു ദിവസം ഓതാൻ സാധിക്കുന്നില്ലെങ്കിൽ സഹോദരന്മാർ, നമ്മൾ ചിന്തിക്കണം, നമ്മളും അവരും ഏതൊരു ഭാഗത്താണ് നിൽക്കുന്നത്, എത്രത്തോളം അന്തരം നമ്മളും അവരും തമ്മിലുണ്ട് എന്നുള്ളതും, എത്രത്തോളം നമ്മൾ ഇബാദത്തിൽ പ്രയത്നിക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വകാന ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയും, ഇമാം മാലിക് റഹിമഹുല്ലാഹ് എപ്രകാരമായിരുന്നു? ഇദാ ദഖല റമളാന നഫറ മിൻ ഖിറാഅത്തിൽ ഹദീസ് വൽ മുജാലസതി അഹ്ലിൽ ഇൽം. ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമാമു ദാറുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന അഹ്ലു സുന്നയുടെ ഇമാം, അദ്ദേഹം റമളാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹദീസിന്റെ പഠനങ്ങളെല്ലാം മാറ്റിവെക്കും, ഹദീസ് പഠിപ്പിക്കുന്നത് മാറ്റിവെക്കും. പണ്ഡിതന്മാരെ ഒത്തുള്ള അദ്ദേഹത്തിന്റെ തുല്ലാബുകളുടെ വിദ്യാർത്ഥികളുടെ അടുക്കൽ ഇരുന്നു കൊണ്ടുള്ള മറ്റ് അറിവിന്റെ ചർച്ചകളും അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഖുർആനിലേക്ക് മുന്നിടുമെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാർ, എന്താണ് ഇവിടെ പറയുന്നത്? അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് ഖുർആന് വേണ്ടി റമളാൻ മാസത്തിൽ മാറിയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുഫ്യാനി സൗറി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും, ഇദാ ദഖല റമളാന തറക ജമീഅൽ ഇബാദാത്ത്. ഈ മറ്റുള്ള ഇബാദത്തുകൾ, നിർബന്ധമല്ലാത്ത ഐച്ഛികമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള എല്ലാ ഇബാദത്തുകളും
ആരാധനാ കർമ്മങ്ങളും അദ്ദേഹം റമദാൻ മാസത്തിൽ മാറ്റിവെക്കും. വഅഖ്ബല അലാ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് വേണ്ടി അദ്ദേഹം മുന്നിടുമെന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ, നമ്മുടെ കയ്യിലുള്ള ഈ തിന്മ നിറഞ്ഞ ഈ ഫോൺ, സോഷ്യൽ മീഡിയകൾ സഹോദരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മുന്നേറിക്കൂടെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖുർആൻ ഓതാൻ വേണ്ടി, ഖുർആൻ കേൾക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി പല സഹോദരങ്ങൾക്കും 40-50 വർഷം മുസ്ലിമായിക്കൊണ്ട് ജീവിച്ചിട്ടും ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളത് എത്ര മോശമാണ് സഹോദരങ്ങൾ. എന്തൊരു കുറവാണ് അതുള്ളത്. ഇതിലും വലിയൊരു കുറവ് ഒരു മുസ്ലിമിനുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. ഖുർആന് കൊടുക്കേണ്ട പ്രാധാന്യം റമദാൻ മാസത്തിൽ മുസ്ലിം നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം റമദാൻ അല്ലാത്ത സമയങ്ങളിൽ 7 ദിവസത്തിൽ ഒരു വട്ടം ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമായിരുന്നു എന്നുള്ളതാണ്. റമദാൻ അല്ലാത്ത സമയത്ത് ചില ആളുകൾ റമദാനിൽ മാത്രമാണ് ഖുർആൻ തൊടുക, അതും വളരെ കുറച്ച് മാത്രമേ പാരായണം ചെയ്യുകയുള്ളൂ. എന്നാൽ സലഫു സാലിഹ്യങ്ങൾ റമദാൻ അല്ലാത്ത സമയത്ത് 7 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം തീർത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം വഫി റമദാന ഫി കുല്ലി സലാസിൻ, അദ്ദേഹം റമദാനിൽ പ്രവേശിച്ചാൽ ഓരോ 3 ദിവസത്തിലും ഖുർആൻ ഖത്തം തീർത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹം റമദാനിൽ പ്രവേശിച്ചാൽ 60 പ്രാവശ്യം ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യുമായിരുന്നു എന്നുള്ള ചില റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇമാം സുഹൈരി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ, റമദാൻ മാസത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചാൽ അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു എന്നുള്ളത്, ഈ മാസം ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്, തആം ആളുകളെ ഭക്ഷിപ്പിക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നുള്ളതാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ ഇബാദത്തുകളിൽ മുന്നേറണം, തൗബ കൊണ്ട് മുന്നേറണം. അതുപോലെ തന്നെ സഹോദരന്മാരെ ഖുർആൻ പാരായണം മുന്നേറണം. ഖുർആൻ പാരായണം ചെയ്യണം, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യണം. പരമാവധി കൂടുതൽ ഖത്തം തീർക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് സലഫു സാലിഹ്യങ്ങളുടെ മാതൃക. അല്ലാതെ രാത്രിയായാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുക, കൂട്ടുകാരോട് ഇരിക്കുക, സംസാരിക്കുക, അനാവശ്യമായിട്ടുള്ള സംസാരം, അത് ഒരു മുഅ്മിന്റെ റമദാനിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഈ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം ഔദാര്യം നൽകുന്നവനായിരുന്നു എന്നുള്ളതാണ്. ആളുകൾക്ക് ഭക്ഷണമായിട്ടും അതല്ലാതെയും സമ്പത്തായിട്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന രൂപത്തിലെല്ലാം ആളുകൾക്ക് സേവനം ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജനങ്ങളെ നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിൽ. നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്നൊരു ഹദീസ്, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ചാൽ, അതായത് അവൻക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം നൽകിയാൽ അവനക്ക് എന്തുണ്ട്, കാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലം അവൻക്കും ലഭിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ശരീരത്തിന് ഒരു ദിവസം എത്ര നോമ്പ് നോൽക്കാൻ സാധിക്കും? ഒരു ദിവസം ഒരു ശരീരത്തിന് ഒരു നോമ്പേ നോൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവന്റെ അടുക്കൽ സമ്പത്തുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ നോമ്പിന്റെ പ്രതിഫലം അവനക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം 4-5 ആളുകളെ നോമ്പ് തുറപ്പിച്ചാൽ എന്താണ് ഇതിന്റെ പ്രതിഫലം? എത്ര അതിന് ചെലവ് വരിക? എന്തിനെല്ലാം നമ്മൾ സമ്പത്ത് ചിലവഴിക്കുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര സമ്പത്ത് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ പലപ്പോഴും നമുക്ക് മടിയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. വീണ്ടും പറഞ്ഞു, അപ്പോൾ ആ നോമ്പ് തുറന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിൽ നിന്ന് കുറയോ ഇല്ല, അദ്ദേഹത്തിന്റെ പ്രതിഫലം കൃത്യമായി കിട്ടും. അദ്ദേഹത്തിന്റെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, സലഫു സാലിഹ്യങ്ങൾ അപ്രകാരമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇമാം ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം റമദാൻ മാസമായി കഴിഞ്ഞാൽ 500 ആളുകൾ അദ്ദേഹം നോമ്പ് തുറപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. 500 ആളുകളെ എന്ന് മാത്രമല്ല, വകാന യുത്ഇമുഹും ബഅദൽ ഈദി ലികുല്ലി വകാന യുഅതീഹിം ബഅദൽ ഈദി ലികുല്ലി വാഹിദ് 100 ദിർഹം. ഈദിന് ശേഷം, പെരുന്നാൾ ദിവസത്തിന് ശേഷം അവർക്കെല്ലാം 100 ദിർഹം വെച്ച് സംഭാവന ചെയ്യുമായിരുന്നു എന്നുള്ളതും നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള അവസരമാണ് റമദാൻ മാസത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം നോമ്പ് നോറ്റാൽ അദ്ദേഹം നോമ്പ് തുറക്കുന്നത് മറ്റൊരു മിസ്കീനിന്റെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തൊരു വ്യക്തിയോടൊപ്പമായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഭക്ഷണം എത്രയാണോ അത് പകുതിയാക്കി അവർക്ക് അദ്ദേഹത്തിന് നൽകുമെന്നുള്ളതാണ്. സഹോദരന്മാർ, ചിന്തിക്കേണ്ട കാര്യമാണ്, സമ്പത്ത് ചിലവഴിക്കാൻ കോടികൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല.
കോടിക്കണക്കിന് രൂപകൾ എനിക്ക് വരുമാനം ഉണ്ടാകട്ടെ, എന്നിട്ട് ഞാൻ സമ്പത്ത് ചിലവഴിക്കാം എന്നുള്ള രൂപത്തിലാണെങ്കിൽ ആർക്കാണ് സഹോദരങ്ങൾ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് സ്വഹാബത്തിന്റെ ജീവിതം, അവരുടെ അടുക്കലുള്ളത് എന്താണോ അതിൽ നിന്ന് നൽകും. ഇതായിരുന്നു അവരുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എപ്രകാരമായിരുന്നു നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല സമയത്തും പ്രയാസഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തെല്ലാം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുണ്ടോ അതെല്ലാം ഒരാൾ ആർക്കെങ്കിലും ആവശ്യം വന്നാൽ അതിൽ നിന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായ സലഫുകളുടെ മാർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. സഹോദരങ്ങളെ, നോമ്പെന്ന് പറഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് പോലെയുള്ള ഒരു ഇബാദത്തല്ല. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും ഭാര്യ ഭർത്ത ബന്ധത്തിൽ നിന്നും വിട്ടുനിന്നാൽ നോമ്പ് പൂർത്തിയാകും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട്, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരു പകൽ അല്ല ഒരു മാസം മുഴുവൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇതിനർത്ഥം റമദാൻ മാസത്തിൽ മാത്രം തഖ്വ പാലിച്ചാൽ മതി എന്നില്ല. ചില സഹോദരന്മാരെ കാണാൻ സാധിക്കും, മറ്റുള്ള 11 മാസത്തിൽ വൃത്തികെട്ട ജീവിതമായിരിക്കും, തഖ്വ ഉണ്ടായിരിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. എന്നാൽ റമദാൻ മാസം വന്നാലോ അവിടെ ശ്രദ്ധിക്കും. അതാണ് അതിന്റെ ഉദ്ദേശം. 11 മാസം ദീനില്ല, ഒരു മാസം ദീനുണ്ട്. അങ്ങനെ ഉണ്ടോ ദീനുൽ ഇസ്ലാമിൽ? ഇല്ലല്ലോ. മറിച്ച് എന്താണ് വേണ്ടത്? ഒരു മുസ്ലിം അവന്റെ എല്ലാ സമയത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നിർബന്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി കൊണ്ടും അനുവർത്തിച്ചുകൊണ്ടും ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കണം. റമദാൻ മാസത്തിൽ അത് കൂടുതൽ അധികരിപ്പിക്കണം എന്നുള്ളതാണ്. അതാണ് റമദാൻ മാസത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇവരെല്ലാം പറയുന്നതായി കാണാൻ സാധിക്കും. ലൈസ സിയാമു മിന അത്അാമി വശറാബി വഹ്ദഹു വലാകിന്നഹു മിനൽ കദ്ബി വൽ ബാതിൽ വൽ ലഗ്വി വൽ ഹലിഫ്. അദ്ദേഹം പറയാണ്, നോമ്പെന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും മാത്രം വിട്ടു നിൽക്കലല്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ ഇതിനെല്ലാം വിട്ടു നിൽക്കും, പിന്നീട് ഫോണിൽ കാണുന്ന എല്ലാ ഹറാമുകളും തിന്മകളും കണ്ടുകൊണ്ടിരിക്കും. അനാവശ്യങ്ങൾ, സ്ത്രീകളുടെ ഔറത്തുകൾ കണ്ടിരിക്കുക, നഊദു ബില്ലാഹ്, വൃത്തികേടുകൾ കേൾക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ മ്യൂസിക് അത് കേൾക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം അതൊരു നോമ്പ് കാരണം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, വലാകിന്നഹു മിനൽ കദിബ്, കളവിൽ നിന്ന് വിട്ടു നിൽക്കണം. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അവിടെ ഇരുന്നു കൊണ്ട് കളവ് പറയുക, സംസാരിക്കുക, ചിരിക്കുക, മറ്റവന്റെ അയ്യിബത്ത് പറയുക, വൽ ബാത്തിൽ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് വിട്ടു നിൽക്കണം. വല്ലഹവി, അനാവശ്യമായിട്ടുള്ള കളി വിനോദ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. സഹോദരന്മാരെ, നോമ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ മുഅ്മിന്റെ ജീവിതത്തിന് പരിശീലനമാണ്. ഇബാദത്തുകളിൽ മുന്നേറാനുള്ള ഒരു പരിശീലനമായി കൊണ്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരെങ്കിലും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, കളവ്, അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിന്നിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല അവന്റെ നോമ്പിനെ എന്നുള്ളതാണ്. ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലം അങ്ങനെ ലഭിക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ പട്ടിണി കിടക്കുക, അതിന്റെ ആവശ്യമുണ്ടോ സഹോദരന്മാരെ? നിസ്കാരമല്ല, ചില ആളുകൾ നിസ്കരിക്കുകയില്ല. നിസ്കരിക്കാത്തവന് എന്തിനാ സഹോദരന്മാരെ നോമ്പ് നോൽക്കുന്നത്? ജനങ്ങൾ മുന്നിൽ നോമ്പ് നിൽക്കുന്നുണ്ടെന്ന് അറിയിക്കാനാ? സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കൃത്യമായിക്കൊണ്ട് നിസ്കരിക്കുന്നില്ലെങ്കിലോ മുസ്ലിമാണോ മുസ്ലിം അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. ഒരു വക്തിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ള അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. എങ്കിലും ഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരും മുസ്ലിം ഉമ്മത്തിൽ ഇജ്മാഅ് കാണാൻ സാധിക്കുന്ന കാര്യമാണ്, നിസ്കരിക്കാത്തവൻ, ഒരുപാട് വക്തുകൾ ഒഴിവാക്കിയവൻ ദീനുൽ ഇസ്ലാമിന് പുറത്താണ്. അവനെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറമാടാൻ പാടില്ല, അവൻ അർത്ഥ ഭക്ഷിക്കാൻ പാടില്ല, അവന്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, അവന് മുസ്ലിമീങ്ങൾ മരിച്ചാലുള്ള ഒരു പ്രവർത്തനവും ഒരു ആനുകൂല്യങ്ങളും നൽകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നതായി കാണാൻ സാധിക്കും. നിസ്കരിക്കാത്തവൻ നോമ്പ് നിൽക്കേണ്ട ആവശ്യമില്ല, മുസ്ലിം ആകൂല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കാരം നിലനിർത്തണം ആദ്യം, പിന്നെ നോമ്പിലേക്ക് കടക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മുടെ നോമ്പ് ഫസാദാകുന്ന ഒരു പ്രവർത്തനവും ഒരു നോമ്പുകാരൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ നോമ്പിന്റെ പ്രതിഫലം കുറയുന്ന തിന്മകൾ
നമ്മുടെ മനസ്സിലോ അതുപോലെ തന്നെ പുറത്തോ ആളുകളുടെ സംസാരത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബാക്കൾ പറയുന്നതായി, പ്രത്യേകിച്ചും ജാബിർ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഇദാ സുംത ഫൽയസും സമഉക്, നീ നോമ്പ് നോറ്റാൽ നിന്റെ ചെവിക്കും നിന്റെ ചെവിയെ നീ നോമ്പ് നോൽപ്പിക്ക്. വബസറുക്, നിന്റെ കണ്ണും നോമ്പ് നോൽക്കട്ടെ. വലിസാനുക്, നിന്റെ നാവും നോമ്പ് നോൽക്കട്ടെ. അനിൽ കദിബി വൽ മഹാരിമി, കളവ് പറയുന്നതിനെ തൊട്ടും ഹറാമുകൾ ചെയ്യുന്നതിന് തൊട്ടും നീ നോമ്പ് നോറ്റാൽ നിന്റെ കണ്ണും നോമ്പ് നോൽക്കട്ടെ, നിന്റെ ചെവിയും നോമ്പ് നോൽക്കട്ടെ, നിന്റെ നാവും നോമ്പ് നോൽക്കട്ടെ എന്ന് ജാബിർ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വദ അദൽ ഖാദിം, ഖാദിമിനെ പ്രയാസപ്പെടുത്തുന്നത്, സേവകരെ പ്രയാസപ്പെടുത്തുന്നത്, തൻ്റെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നീ ഉപേക്ഷിക്കുക. വല്യകുൻ അലൈക വഖാറുൻ വസകീനത്തും യൗമ സിയാമിക്, നിന്റെ നോമ്പുള്ള ദിവസം നിനക്ക് സന്തുഷ്ടയും സമാധാനവും അതുപോലെ തന്നെ ഇബാദത്തുകളിൽ മുന്നേറുന്ന ഒരു അവസ്ഥയും ഉണ്ടാകട്ടെ. വലാ തജ്അൽ യൗമ ഫിത്രിക വസൗമിക സവാഅൻ, എന്ന് അദ്ദേഹം പറയാണ്, നോമ്പുള്ളൊരു ദിവസവും ഇല്ലാത്തൊരു ദിവസം ഒരുപോലെ നീ ആക്കരുത് എന്ന്. നോമ്പില്ലാത്തൊരു ദിവസം ഏതുപോലെ തന്നെയാണോ അതേപോലെ നോമ്പുള്ളൊരു ദിവസം ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല. അതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഖുർആൻ പാരായണം അധികരിപ്പിക്കണം, ജനങ്ങൾക്കുള്ള സ്വതക്ക അധികരിപ്പിക്കണം, മറ്റ് ഇബാദത്തുകൾ അധികരിപ്പിക്കണം. ഇതെല്ലാം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമേയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് നിർബന്ധ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിന് പുറമെയുള്ള മറ്റ് ഇബാദത്തുകളാണ് ഇത് പ്രത്യേകം പറയുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയ്യുഹാ മൗലാഹാ. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان، اللهم دمر أعداءك وأعداء المسلمين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة